अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. കനിവിൻ കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. ഒളിയാർന്ന മിഴിയാൽ നീ മൃദുവായി തലോടി, ഇനി എന്തുണ്ടുലകിൽ ഞാൻ നേടാനായി ബാബാ. കനിവിൻ കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. കനിവിൻ കടാക്ഷം നീയാണെൻ മാതാ പിതാവും നീ തന്നെ, നീയാണെൻ ഗുരുവും പ്രിയതമനും നീ തന്നെ. നീയാണെൻ മാതാ പിതാവും നീ തന്നെ, നീയാണെൻ ഗുരുവും പ്രിയതമനും നീ തന്നെ. നിൻ രൂപമെന്നുള്ളിൽ നന്നായി തെളിഞ്ഞാൽ, ഇനി എന്തുണ്ടുലകിൽ ഞാൻ നേടാനായി ബാബാ. കനിവിൻ കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. കനിവിൻ കടാക്ഷം കലികാലമിതെങ്ങും കരയുമ്പോൾ പിടയുമ്പോൾ, കലിനാശകൻ ഭഗവാനൊരു തണലായിതാ വരവായി. കലികാലമിതെങ്ങും കരയുമ്പോൾ പിടയുമ്പോൾ, കലിനാശകൻ ഭഗവാനൊരു തണലായിതാ വരവായി. വരളുന്നൊരു മരുഭൂമിയിൽ മഴ പോൽ വന്നരികിൽ, ഇനി എന്തുണ്ടുലകിൽ ഞാൻ നേടാനായി ബാബാ. കനിവിൻ കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. ഒളിയാർന്ന മിഴിയാൽ നീ മൃദുവായി തലോടി, ഇനി എന്തുണ്ടുലകിൽ ഞാൻ നേടാനായി ബാബാ. കനിവിൻ കടാക്ഷം പതിവായി നീ നൽകി, വരദാനവും അമൃതായി നീ അരുളിയിടുകയായി. കനിവിൻ കടാക്ഷം ഓം ശാന്തി. ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ വളരെ സ്നേഹത്തോടെ, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, സന്തോഷത്തോടെ
നമുക്ക് ഓർമ്മയുടെ യാത്ര ചെയ്യാം. നിവർന്നിരിക്കാം. 2 കണ്ണുകളും തുറന്നു വയ്ക്കൂ. സന്മുഖത്ത് ബാബയെ കാണൂ. ബാബയുടെ ചിത്രത്തിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കും. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കൂ. കൈകാലുകൾ ഇനി 3/4 മണിക്കൂർ സമയം സ്വസ്ഥമായിരിക്കുന്നത് പോലെ എങ്ങനെ വിശ്രമാവസ്ഥയിലിരിക്കണമോ അതുപോലെ ഇരിക്കും. കൈകാലുകൾ വേദനിച്ചിട്ടോ അസ്വസ്ഥമായിട്ടോ ഇനി ശ്രദ്ധയെ പിടിച്ചു വലിക്കരുത്. അങ്ങനെ യോഗം പൂർത്തിയാകുന്നത് വരെ ഒരേപോലെ ഇരിക്കുന്നത് പോലെ ഇപ്പോൾ തന്നെ ശരീരത്തെ സെറ്റ് ചെയ്യും. ഇനി പതുക്കെ പതുക്കെ ശ്രദ്ധയെ കൈകാലുകളിൽ നിന്ന് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. 3 തവണ ദീർഘമായി ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും എടുക്കുന്നതിനേക്കാൾ പതുക്കെ പതുക്കെ ശ്വാസത്തെ പുറത്തേക്ക് കളയുകയും ചെയ്യും. ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ സുപ്രഭാതത്തിൻ്റെ പോസിറ്റീവ് എനർജി അകത്തേക്ക് എടുക്കും. അകത്തുള്ള എല്ലാ അസ്വസ്ഥതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നെഗറ്റിവിറ്റിയെ പുറത്തേക്ക് ശ്വാസത്തോടൊപ്പം കളയും. ഓർമ്മയുടെ യാത്ര ആരംഭിക്കാം നമുക്ക്. ഞാൻ എന്നിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ശ്രദ്ധയെ പുരികമധ്യത്തിലേക്ക് ശിരോമധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ശാന്തസ്വരൂപമായ ആത്മാവിലേക്ക്, എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഞാൻ. ബുദ്ധിയുടെ നേത്രത്തിൽ തൻ്റെ സ്വരൂപത്തെ കാണുകയും ശാന്തിയുടെ ശീതളമായ ഊർജം പ്രവഹിക്കുന്നത് ആത്മാവിൽ നിന്നൊഴുകി ശരീരം മുഴുവൻ നിറഞ്ഞ്
ചുറ്റുപാടിലേക്ക് ആ ഊർജം പ്രവഹിക്കുന്നത് ഫീൽ ചെയ്യും. ശാന്തമായ ആത്മീയ ഊർജമണ്ഡലത്തിലാണ് ഞാൻ. പവിത്രമായ ആത്മീയ ഊർജം ഇപ്രകാരം പ്രസരിക്കുന്നത് അനുഭവം ചെയ്യാം. ബുദ്ധിയുടെ നേത്രത്തിൽ സ്പഷ്ടമായി ദർശിക്കുകയാണ് ഞാൻ, അനുഭവം ചെയ്യുകയാണ്. പവിത്രമായ ഊർജം ശിരസിൽ നിന്നൊഴുകി കാൽപാദം വരെ ഒഴുകുന്നതും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതും പരിശുദ്ധിയുടെ ആഭാമണ്ഡലത്തിലാണ് ഞാൻ. ആത്മീയ ഊർജം, ആത്മീയ സ്നേഹത്തിൻ്റെ വെളിച്ചം ഊർജതരംഗങ്ങളായി ശരീരമാസകലം പ്രസരിച്ച് അന്തരീക്ഷത്തിലേക്ക് ആ ഊർജം ഒഴുകുകയാണ്. സ്നേഹദീപമാണ് ഞാൻ. സർവശക്തികളുടെ ആത്മീയ ശക്തികളുടെ കരുത്ത്, ആത്മീയ അലൗകിക പ്രകാശമായി കേശാദിപാദം ആത്മീയ ഊർജം കൊണ്ട് നിറഞ്ഞ് മനസ്സും ശരീരവും കരുത്താർജിക്കുകയാണ്. ഒരു വലിയ കോട്ടിട്ടതുപോലെ, രക്ഷാകവചം പോലെ സർവശക്തികളുടെ ഊർജത്താൽ ആത്മീയ ഊർജത്തിൻ്റെ കവചം അണിഞ്ഞിരിക്കുന്ന അത്ര ശക്തി ഫീൽ ചെയ്യുകയാണ്. ജ്ഞാനം, വെളിച്ചം ശരീരമാകുന്ന വസ്ത്രം മുഴുവൻ ആത്മീയ ഊർജം കൊണ്ട് നിറഞ്ഞ് അതീന്ദ്രിയമായ സുഖത്തിൽ ആനന്ദത്തിലാറാടുകയാണ് ഞാൻ.
ഉന്മേഷോത്സാഹത്തിൻ്റെ 2 ചിറകുകൾ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അത്രത്തോളം ആത്മീയ ഹർഷോന്മാദം ആത്മാവിൽ അലതല്ലുകയാണ്. ഞാൻ സമ്പൂർണമായും ഭാരരഹിതമായ പൂർണ്ണമായും വേറിട്ട അവസ്ഥ, ഒരു ബന്ധനവും എനിക്കിപ്പോഴില്ല. ദേഹത്തിൻ്റെ ബന്ധനവുമില്ല, അഭിനയഭാഗങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തം. ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിറകിലേറി റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് ഞാൻ. ചിറകടിച്ചുയർന്ന് ഒറ്റ ലക്ഷ്യസ്ഥാനമേ ഉള്ളൂ, നോൺ സ്റ്റോപ്പ് യാത്ര. only one stop, മുക്തിധാമം. പരംധാമം വീട്ടിൽ സർവസ്വമായ ബാബയുടെ അരികിൽ ബാബയുടെ മടിയിലിരിക്കുകയാണ് ഞാൻ. വാത്സല്യനിധിയായ മാതാവിൻ്റെ സ്നേഹലാളനകളും പാലനകളും അനുഭവിച്ചുകൊണ്ട് ബാബയാകുന്ന സ്നേഹനിധിയായ മാതാവ് ശാന്തിയുടെ കടലായ മാതാവിൻ്റെ മടിത്തട്ടിൽ മാതൃവാത്സല്യം മുഴുവൻ നുകർന്നുകൊണ്ട് പരമാനന്ദം അനുഭവിക്കുകയാണ് ഞാൻ. ഇപ്പോഴെൻ്റെ ലോകം ബാബയാണ്. ഞാൻ ബാബയുടെ ലോകത്തിലാണ്. ബാബയുടെ മധുരമഹവാക്യങ്ങൾ എനിക്ക് അനുഭവമാക്കുകയാണിപ്പോൾ. മാമേകം യാദ് കരോ, എന്നെ മാത്രം സ്മരിക്കൂ. ഏകമാത്ര സ്മൃതി, മധുരമധുരമായ മാതാവിനോടൊപ്പം
സർവശക്തിവാനായ അച്ഛൻ്റെ സർവശക്തികളുടെ കരുത്തും ആർജിക്കുകയാണ് ഞാൻ. സർവശക്തൻ്റെ എല്ലാ ശക്തികളും ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നനാകുകയാണ് ഞാൻ. ബാബ എപ്പോഴും പറയാറില്ലേ, ബാ പുറവർസെ കോയി യാദ് കരോ. അച്ഛനെയും സമ്പത്തിനെയും സ്മരിക്കൂ. ഇപ്പോൾ അച്ഛൻ്റെ സ്വത്തെല്ലാം കുട്ടിയായ എൻ്റെ പോക്കറ്റിലേക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞു. എല്ലാ ശക്തികളുടെയും നിറവനുഭവിക്കുകയാണ് ഞാൻ. ഇനി എനിക്കൊരു കുറവുമില്ല, ഒരു പരാതിയുമില്ല ബാബ, ഒരില്ലായ്മയുടെ പരാതിയുമില്ല. നിറഞ്ഞ് 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 സമ്പന്നാത്മാവാക്കി ബാബ എന്നെ മാറ്റുകയാണ്. എല്ലാറ്റിലും നിറവാണ്. ശക്തികളെല്ലാം നിറഞ്ഞു. പഠിപ്പൂ, എത്ര പാഠങ്ങളാണ്, എത്ര ശിക്ഷണങ്ങളാണ്, എത്ര മുന്നറിയിപ്പുകളാണ്. അധ്യാപകനെ പോലെ എന്നെ പഠിപ്പിച്ച് എത്രത്തോളമാണ് എൻ്റെ ബാബ എന്നെ യോഗ്യനാക്കിയിരിക്കുന്നത്. ബാബയെ പോലെ ദൈവത്തിൻ്റെ കുട്ടി ദൈവമാക്കിയാണ് ബാബ എന്നെ മാറ്റിയിരിക്കുന്നത്. ഭഗവാൻ ഭഗവതിയാക്കാനുള്ള പഠിപ്പ്, ശ്രീലക്ഷ്മി ശ്രീനാരായണനെ പോലെയാക്കുന്ന പഠിപ്പ്, ബാബ പരമാധ്യാപകൻ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഡ്രാമയുടെ മുഴുവൻ പാഠങ്ങളും അടിവരയിട്ട് പഠിപ്പിച്ച് ഇടിച്ചിടിച്ചുറപ്പിച്ച് തന്നു കഴിഞ്ഞു. റിവിഷനും കഴിഞ്ഞു. ഇനി പരീക്ഷകളിൽ പാസ്സാകുക മാത്രമേ ഉള്ളൂ ബാക്കി. സദ്ഗുരുവായി വരദാനവും അതിന് നൽകുന്നു ബാബ. എത്ര ഈശ്വരീയ വരദാനങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ പ്രോഗ്രാമിൽ എത്ര വരദാനം കിട്ടിയിട്ടുണ്ട്. ഓരോ മുരളിയിലൂടെയും ബാബ എത്ര വരദാനങ്ങൾ തന്നിട്ടുണ്ട്.
ഓരോ വിശേഷ അവസരങ്ങളിലും എനിക്ക് എത്ര വരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ബാബ വരദാനം തരാത്തതില്ല. സദ്ഗുരുവിൻ്റെ കിരണങ്ങൾ ആത്മാവിലേക്ക് സ്പർശിച്ച് ഓരോ ഈശ്വരീയ വരദാനങ്ങളും സ്മരിച്ചു നോക്കൂ. ബാബ തന്നിട്ടുള്ള ഓരോ വരങ്ങളും ഓർമ്മിക്കും. ഈ അമൃത് വേളയിൽ ബാബ വീണ്ടും തഥാസ്തു വരദാനം തരുകയാണ്. എന്ത് സ്മരിക്കുന്നു എൻ്റെ കുട്ടി അതായിത്തീരും. അച്ഛൻ്റെ കുട്ടിയല്ലേ? സദ്ഗുരു തന്നെയാണല്ലോ സത്യമായ അച്ഛനും. പിതൃസ്വത്ത് പോലെയാണ് വരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാബയാകുന്ന സാഗരത്തിൽ ഒഴുകിച്ചേർന്നിരിക്കുന്ന നദി പോലെ, പ്രിയതമനിലലിഞ്ഞ പ്രിയതമേ പോലെ, പ്രേമസാഗരമായ ബാബയും സ്നേഹത്തിൻ്റെ നദിയായി ഒഴുകി ഞാനും ഇനി എനിക്ക് മറ്റൊരസ്തിത്വമേ ഇല്ല. സാഗരത്തിലലിഞ്ഞ എനിക്ക് ബാബ എന്താണോ ഏതാണോ ബാബയുടെ കുട്ടിയാണ് ഞാനും. ബാബയാകുന്ന കൂട്ടുകാരനോടൊപ്പം ഓരോ നിമിഷവും ബാബയുടെ കയ്യിൽ കൈപിടിച്ച് സന്തോഷത്തോടെ ഓരോ നിമിഷവും ബാബയോടൊപ്പം ജീവിക്കുന്ന, ബാബയെ കൂട്ടുകാരനാക്കിയ ഖുദാ ദോസ്താണ് എനിക്ക്. ബാബയാണ് എൻ്റെ കൂട്ടുകാരൻ. ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളൂ. രണ്ടാമതൊരാളില്ല ബാബ. एक बाप दूसरा न कोई. എൻ്റേത് ഒരേ ഒരു ബാബ. സർവബന്ധുവായി സദാ, ഏത് സമയത്ത് ഏത് ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ ആ സംബന്ധത്തിൽ എനിക്ക് ബാബ തന്നെയാണ്. ബാബ തന്നെ എനിക്ക് പുത്രനും പുത്രിയും. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുത്രൻ, ഓടിയെത്തുന്ന പുത്രനും പുത്രിയും, സർവബന്ധവും.
എത്ര വലിയ ആൾബലമാണ് എനിക്ക്. ബാബ, ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. ബാബ എനിക്ക് അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണ്. പക്ഷേ എൻ്റെ മോനുമാണ്, മോളുമാണ്, ഫ്രണ്ടുമാണ്, പ്രീതമനുമാണ്, എനിക്ക് സേവകനുമാണ്, എൻ്റെ ദൈവം തമ്പുരാനുമാണ്, എനിക്ക് ബോസാണ്, എൻ്റെ ധർമ്മരാജനുമാണ്, സർവസ്വവുമാണ് ബാബ. മുഴുവൻ ദിവസവും സർവസംബന്ധത്തിലും ബാബയെ സ്മരിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും, ഓരോ സാഹചര്യത്തിലും, ഓരോ സംബന്ധത്തിൽ എൻ്റെ ബാബയെ ഞാൻ ഇന്ന് കൂടെ വയ്ക്കും. ബാബയും കൂട്ടി അവ്യക്തവദനവാസിയായ ബാപ്ദാദയുടെ അരികിൽ സുപ്രഭാതത്തിൽ ബാപ്ദാദയോട് ഗുഡ് മോർണിംഗ് പറയൂ. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബാപ്ദാദ എനിക്ക് ദൃഷ്ടി നൽകുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടിയുടെ സുഖമെടുക്കും. ഒപ്പം ബാബയുടെ വരദാനി വാക്കുകൾ ശ്രവിക്കൂ. കുഞ്ഞേ, കമല പുഷ്പസമാനം സാക്ഷി ഭവ. ചിലരുടേത് അവസാനം വരെയും ദാസ്യ സംസ്കാരമായിരിക്കും, ചിലരുടേത് രാജാവിൻ്റെയും. അതിനാൽ അവർ മാറട്ടെ എന്ന് കരുതി എൻ്റെ കുഞ്ഞ് കാത്തിരിക്കരുത്. ആരുടെയെങ്കിലും സംസ്കാരത്തിൻ്റെ പ്രഭാവത്തിലും പെടരുത്. കമല പുഷ്പസമാനം ചെളി പിടിക്കാതിരിക്കാനും ആരെങ്കിലും നനയ്ക്കാൻ വെള്ളമൊഴിച്ചാൽ നനയാതിരിക്കാനുമുള്ള നോളജോടെ എൻ്റെ കുഞ്ഞ് സാക്ഷിയായി വേറിട്ടിരിക്കാൻ പഠിക്കണം. ആരുമായും ഉരസലിന് പോകരുത്. ഓരോ തീരുമാനങ്ങളും മര്യാദകളുടെ വരയ്ക്കുള്ളിൽ നിന്നെടുക്കൂ. ബാപ്ദാദയുടെ വരദാനി വാക്കുകൾ എനിക്കുള്ള അനുഗ്രഹാശിസ്സുകൾ പോലെ ചെവിക്കൊള്ളുകയാണ് ഞാൻ. മുഴുവൻ ദിവസത്തേക്ക് കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴുണ്ടായിരിക്കേണ്ട അറ്റൻഷൻ ബാബ നൽകിക്കഴിഞ്ഞു. കമല പുഷ്പസമാനം വേറിട്ടിരിക്കണം.
ആരുടെയും ചെളിയും എൻ്റെ മേൽ പതിക്കരുത്. ഏത് വെള്ളത്തിലും നനയരുത്. എല്ലാം ചെയ്തുകൊണ്ടും വേറിട്ടിരിക്കാനും കഴിയണം, സാക്ഷിയായിരിക്കാനും കഴിയണം. ഒന്നിൻ്റെയും പ്രഭാവം എൻ്റെ മേലുണ്ടാവരുത്. അതിനാണ് ബാബ സർവബന്ധുവായി എനിക്കെൻ്റെ ബാബ കൂടെയുണ്ട്. ബാബ്ദാദയെയും കൂട്ടി ബ്രഹ്മമുഹൂർത്തത്തിൽ ബാബ സ്വയം എൻ്റെ കൂടെ വരികയാണ്. കുഞ്ഞേ, ഒറ്റയ്ക്ക് പോകരുത്, ബാബയെ കൂടെ വെച്ചോളൂ. ഒറ്റയ്ക്ക് പോയാൽ മായ പിടിക്കും. മായ കയ്യിൽ പിടിക്കാതിരിക്കാൻ ബാബയുടെ കയ്യിൽ മുറുകെ പിടിച്ചോളൂ. കയ്യിൽ ബാബയുടെ കൈയുണ്ടെങ്കിൽ മായ വരില്ല. ഏതെങ്കിലും ഒരു സംബന്ധത്തിൽ ബാബയുടെ കയ്യിൽ കൈ പിടിച്ചുകൊണ്ട് ഓരോ ചുവടും വയ്ക്കൂ. ബാപ്ദാദയും കുട്ടി കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഭ്രൂമധ്യത്തിൽ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ബാബയുമുണ്ട്. ബാബ എൻ്റെ കൂടെയുണ്ട്. ഈ സ്മൃതിയെ മുഴുവൻ ദിവസവും ചൈതന്യവത്താക്കി ഞാൻ സൂക്ഷിക്കും. ഓരോ ചുവടിലുമെന്ന് ഓർമ്മയുടെ യാത്രയായിരിക്കും. ഓർമ്മിച്ച് ഓർമ്മിച്ച് ഓർമ്മിച്ചുകൊണ്ടേ ഓരോന്നും ചെയ്യുള്ളൂ. ബാബയോട് ചോദിച്ചുകൊണ്ടും ബാബയോട് പറഞ്ഞുകൊണ്ടും ബാബയുടെ കയ്യിൽ കൈപിടിച്ചുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ തന്നെ വലത് കൈയിലേക്ക് നോക്കും. കയ്യിൽ ബാപ്ദാദയുടെ കൈ, വലത് ഭാഗത്ത് ബാബയെ ഞാൻ വെച്ചിട്ടുണ്ടോ? മുഴുവൻ ദിവസവും ബാബ ഇരിക്കുമ്പോൾ എൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നുണ്ട്. നിൽക്കുമ്പോൾ ബാബ എൻ്റെ മുന്നിലുണ്ട്. ഓരോ നിമിഷത്തിലും കൂടെയുണ്ടെന്ന അനുഭവം ചൈതന്യവത്തായി അനുഭവം ചെയ്യും. ബാബയുടെ മധുരമഹാവാക്യം ഓർമ്മിക്കൂ. ഓർമ്മയുടെ യാത്രയിൽ ജീവിക്കൂ കുഞ്ഞെ. ഓം ശാന്തി.
तेरा एहसान ओ बाबा कभी ना भूल पाएंगे। तेरा एहसान ओ बाबा कभी ना भूल पाएंगे। दिया है दान जीवन का भला क्यों भूल पाएंगे। दिया है दान जीवन का भला क्यों भूल पाएंगे। तेरा एहसान ओ बाबा कभी ना भूल पाएंगे। चली थी आंधियां काली फंसी मझदार थी नैया। तुम्हें जी भर पुकारा था बचा ले आके खेवैया। बचा ले आके खेवैया। उसी दम तेरा वो आना बचाना न भुलाएंगे। तेरा एहसान ओ बाबा कभी ना भूल पाएंगे। वो भी क्या बादशाहत थी गगन धरती हमारे थे। हवा ये चांद सूरज सब हमारे ही सहारे थे। हमारे ही सहारे थे। वो ताजो तख्त का फिर से दिलाना क्यों भुलाएंगे। तेरा एहसान ओ बाबा कभी ना भूल पाएंगे। हमारे सिर पे यूं हरदम रहे ये हाथ रहमत का। सदा हंसता रहेगा ये सितारा अपनी किस्मत का। सितारा अपनी किस्मत का। जो धड़कन में समाया हो उसे क्या भूल पाएंगे। तेरा एहसान ओ बाबा कभी ना भूल पाएंगे। दिया है दान जीवन का भला क्यों भूल पाएंगे। तेरा एहसान ओ बाबा
पाएंगे।